ജിമ്മി, ഈ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുകയാണ് അമൃതാനന്ദമയി ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് മന്ത്രി സജി ചെറിയൻ അവിടെ പോകുന്നതും അമൃതാനന്ദമയി അമ്മയുടെ നെറുകയിൽ ചുംബിക്കുന്നതുമെല്ലാം. അതിനിപ്പോൾ ഒരു വിശദീകരണം വരികയും ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം, മറുഭാഗത്ത് മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ട് നെറുകയിൽ ചുംബിക്കുന്ന സജി ചെറിയൻ മിനിസ്റ്റർ. ഇതെല്ലാം ഇടത് വലുതാവുന്നതിൻ്റെ സൂചനയാണോ? പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇങ്ങനെ പോയാൽ പിണറായി വിജയൻ താമസിയാതെ കാഷായ വസ്ത്രം ധരിക്കുന്നതും കാണാം എന്നാണ്. ഇടത് വലുതാവുകയാണ്. ഇപ്പോൾ സജി ചെറിയാൻ്റെ മറുപടി അതിന് വന്നിട്ടുണ്ട്. ഒരമ്മയെ ആശ്ലേഷിക്കുന്ന ആ സ്നേഹത്തോടു കൂടി ഞാൻ അവരെ ചുംബിച്ചു, അവരെന്നെ ചുംബിച്ചതിന് മറുപടിയാണ്. എന്താണ് അതിൻ്റെ കുഴപ്പം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം, എൻ്റെ നിലപാട് ആ അർത്ഥത്തിൽ. പക്ഷേ ഇതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. വർഷം 2008 VS സർക്കാരിൻ്റെ കാലം. സന്തോഷ് മാധവ് എന്ന് പറയുന്ന ഒരു സ്വാമി, അദ്ദേഹത്തിനെതിരെ വലിയ അലിഗേഷനൊക്കെ വരും. അദ്ദേഹം ജയിലിലാണ്. വലിയ വിവാദമുണ്ടായ സമയത്ത് കേരളത്തിലെ ആൾ ദൈവങ്ങൾക്കെതിരെ ഒരു വലിയ പ്രക്ഷോഭം നയിച്ച സംഘടനയുടെ പേര് DYFI എന്നാണ്. ജിലേബി സ്വാമി, ലഡുസ്വാമി, മടലുസ്വാമി എന്ന് വേണ്ട കേരളത്തിലെ പല സ്ഥലങ്ങളിലുമുള്ള സ്വാമിമാർക്കെതിരെ അവരുടെ മഠങ്ങളിലേക്കും അവരുടെ ആരാധനാ സ്ഥലങ്ങളിലേക്കൊക്കെ വലിയ പ്രതിഷേധം നടക്കുകയും അത് അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്തു. അടുത്ത ഘട്ടം അത് ക്രിസ്ത്യൻ പാസ്റ്റർമാരിലേക്കൊക്കെ നീങ്ങും എന്നൊക്കെ തോന്നി. പ്രധാനപ്പെട്ട മറ്റ് മതസംഘടനകളുടെ സ്ഥാപനങ്ങളിലേക്ക് നീങ്ങുമൊക്കെ തോന്നിയപ്പോൾ അത് അവസാനിച്ചു. പക്ഷേ അത് കേരള ചരിത്രത്തിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അതുപോലെയാണ് മാതാ അമൃതാനന്ദമയിക്കെതിരെ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകം, ഹോളി ഹെൽ, എ മെമ്മോർ ഓഫ് ഫെയ്ത്ത്, ഡിവോഷൻ ആൻഡ് പ്യുവർ മാഡ്നസ്. അത് ഗെയിൽ ട്രെഡ്വെൽ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം പുറത്തു വന്ന സമയത്ത് കൈർലി TV അന്ന് ജോൺ ബ്രിട്ടാസാണ് അമേരിക്കയിൽ വെച്ച് ഇവരുടെ അഭിമുഖം എടുക്കുകയും അത് വളരെ വിശദമായി, എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡ് കൈർലി ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. അന്നത് അത്രയും പോകണ്ട എന്ന് പറഞ്ഞ് പാർട്ടി ജോൺ ബ്രിട്ടാസിനെയും കൈർലിയെയും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ പറഞ്ഞെങ്കിലും ആ നിലപാടായിരുന്നു പാർട്ടിയുടേത്. ഇതിനകത്തല്ല എല്ലാം ഇപ്പോൾ ഒരാളെ നമ്മൾ കാണുന്നു, നമ്മൾ ഹസ്തദാനം ചെയ്യുന്നു, നമ്മൾ ചുംബിക്കുന്നു, അല്ലെങ്കിൽ നമസ്തേ പറയുന്നു. ഇതിനൊക്കെ വളരെ വ്യക്തിപരമായൊരു തലമുണ്ട്, മറ്റേത് അതിൻ്റെ ഒരു രാഷ്ട്രീയ തലമുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിൽ ഇടതു പാർട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് കേരളം നൽകുന്ന ഒരു സ്ഥാനമുണ്ട്. അത് കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഏതെങ്കിലും പാർട്ടികൾക്കോ കൊടുക്കുന്ന ഒരു സ്ഥാനമല്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ആഡംബര കാറിൽ പോകുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഡംബര കാറിൽ പോകുന്നതും തമ്മിൽ ഇപ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു പ്രശ്നമാണെന്നേ. അതുകൊണ്ടാണ് അവസാനം സഹി ഇട്ടിട്ട് EP ജയരാജൻ ചോദിച്ചത്, അതെന്താ ഞങ്ങൾ എല്ലാ കാലത്തും പരിപ്പുടയും കട്ടൻ ചായ മാത്രം കഴിച്ചിരുന്നാൽ മതിയോ, ഞങ്ങൾക്ക് വേണ്ട ഒരു ജീവിതം എന്ന മട്ടിൽ ചോദിച്ചത്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷത്തിനുള്ളൊരു സ്പേസ്, അത് വളരെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ നിലപാടും അതുപോലെ തന്നെ മതം സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തോടും അന്ധവിശ്വാസങ്ങളോടുള്ള എതിർപ്പുമൊക്കെയാണ്. അതുകൊണ്ടാണ് മാതാ അമൃതാനന്ദമയിക്കെതിരായ പുസ്തകത്തെക്കുറിച്ച് ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിലൊരു ഇടതുപക്ഷം മാത്രമുണ്ടായത്, CPM മാത്രമുണ്ടായത്, CPM നേതാവ് മാത്രമുണ്ടായത്. അതാണ് ഇതിൻ്റെ ഒരു വശം. പക്ഷേ ഇതിൻ്റെ അർത്ഥം CPM എല്ലാ കാലത്തും ഇങ്ങനെ ആയിരുന്നു എന്നൊന്നുമല്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന് ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു അവസാനത്തെ അസ്പൃശ്യതയും നീക്കിയ പാർട്ടി CPM ആണ്. 65-ൽ ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട് സഖ്യകക്ഷിയായിട്ട്, അങ്ങനെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കുറേ കാലമായി CPM തുടർന്ന് വരുന്ന ഒരു പശ്ചാത്തലത്തിന്, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ നിലപാടിന് അതിന് ഒരു പശ്ചാത്തലം 87-ലെ ഇപ്പോൾ നായനാർ മന്ത്രിസഭ എന്ന് ഓർത്ത് നോക്കൂ. ഇപ്പോഴും ഇടതുപക്ഷം കുളിർ കോരുന്ന ഒരു കാലമാണ് 87. അതായത് കേരള കോൺഗ്രസ്സോ മുസ്ലിം ലീഗോ ഒന്നുമില്ലാത്ത, സമുദായ സംഘടനകളുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി ഒന്നുമില്ലാത്ത ഒരു സർക്കാർ, നായനാർ സർക്കാർ ഏറ്റവും ഗംഭീര സർക്കാരാണെന്ന് പറയുന്നു. അന്ന് ഇതിനകത്തൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് വന്നത് MV രാഘവൻ്റെ ബദൽ പ്രമേയവും മറ്റുമായിരുന്നു. ആ ബദൽ പ്രമേയത്തെ എതിർത്തുകൊണ്ട് മുസ്ലിം ലീഗൊന്നും വേണ്ട, നമുക്കിത് മതി എന്ന് പറഞ്ഞ നിലപാടെടുത്ത് മുന്നോട്ട് പോയൊരു പാർട്ടിയാണ്. സത്യത്തിൽ ഈ 87 ഇടതുമുന്നണി അങ്ങനെ പുലുകിയതല്ല. സത്യത്തിൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെ വിട്ടുപോയതാണ്. പക്ഷേ അതൊരു അവസരമാക്കി എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ നിലപാടെടുത്തതും പിന്നെ കുറേ കാലം മുന്നോട്ട് പോയതും. എന്ന് മാത്രമാണോ, മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്ന INL-നെ 27 വർഷമാണ് ഇടതുമുന്നണി പുറത്തു നിർത്തിയത്. K. കരുണാകരൻ DIC ഉണ്ടാക്കുമ്പോൾ ഇടതുമുന്നണിക്കകത്ത് നിന്ന് CPM-നകത്ത് നിന്ന് വലിയ ഉറപ്പുകൾ കൊടുത്തെങ്കിലും DIC-യെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യകക്ഷിയായി കൂട്ടിയില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അതെന്തുകൊണ്ടാണ്? ഇത്രയും കാലം K. കരുണാകര വിരോധം, കള്ള കരുണാകരൻ എന്ന മുദ്രാവാക്യം ഇതൊക്കെ ഉയർത്തിയ ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. ഇതെല്ലാം പറഞ്ഞ ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം. അപ്പോൾ ഇടതുപക്ഷത്തിന് ചില നിലപാടുകളുണ്ട്, ആ നിലപാടുകൾക്ക് ഒരു ശരിയുണ്ട്, ആ ശരിക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്. ഇതാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത്, കേരളത്തിലെ ഇടതുപക്ഷം വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും കേരളത്തിലെ ഇടതുപക്ഷം ഇതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകളുടെ നെറ്റി ചുളിയുന്നത്. ഇപ്പോൾ K. മാണിക്കെതിരായ
വളരെ വലിയ പ്രക്ഷോഭം നടന്നതിന് ശേഷം 4 മാസം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കെ എം മാണിയുടെ പാർട്ടി 1 വർഷത്തിന് ശേഷം കെ എം മാണിയുടെ പാർട്ടി ഇപ്പുറത്തേക്ക് വരുമ്പോൾ ജനം നെറ്റി വിളിക്കും. കോൺഗ്രസ് അങ്ങനെ ചെയ്താൽ നെറ്റി ചുളിക്കില്ല, ഇത്രയും നെറ്റി ചുളിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. വി എസിൻ്റെ ഒരു അഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഈ കാലത്ത് തോന്നുന്നുണ്ട്. വി എസ് ഉണ്ടായിരുന്നെങ്കിൽ INL എപ്പോഴാണ് ഇടതുപക്ഷത്തേക്ക് വരുന്നത്? വി എസിൻ്റെ പത്തി താഴ്ന്നു തുടങ്ങിയതിന് ശേഷമാണ്. വി എസ് അച്യുതാനന്ദൻ്റെ വളരെ ശക്തമായ നിലപാടുകളുടെ ഭാഗമായി കൂടിയാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് വരാതിരുന്നത് ഇടതുപക്ഷത്തേക്ക്. അതുപോലെ തന്നെ DICയെ തീണ്ടാപ്പാടകലെ നിർത്തിയതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടിയത് ഞാൻ മറക്കാതെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അമൃതാനന്ദമയുമായിട്ടുള്ള ഈ അടുപ്പം അത് ഒരു സജി ചെറിയാൻ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായൊരു സംഭവമല്ല. സജി ചെറിയാൻ ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ആഴം മനസ്സിലാവാത്തത് കൊണ്ടോ ആ ചുവടുമാറ്റത്തിൻ്റെ ഗൗരവത്തെ മറച്ചു വെക്കാനായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഇത് വെറും ഒരു കൂടിക്കാഴ്ചയും ഒരു ചുംബനവുമാണ്. അങ്ങനെയല്ല, അതൊരു നിലപാട് മാറ്റത്തിൻ്റെ പരസ്യമായൊരു പ്രഖ്യാപനം കൂടിയാണ്. ഒരു പക്ഷേ വേറെ കാര്യം ചോദിക്കുക, ഇത് ആദ്യമായിട്ടാണോ അമൃതാനന്ദമയി മഠത്തിൽ ഇടത് നേതാക്കൾ പോകുന്നത്? അല്ല, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. MA ബേബി പോയിട്ടുണ്ട്, ചടങ്ങുകൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പിറന്നാളിന് ഒരു മൊമെൻറ്റോ കൊടുക്കുന്നു, അവരെ ആശ്ലേഷിക്കുന്നു, അവരെ ചുംബിക്കുന്നു. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്, അത് ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ ആരുടെയും പ്രശ്നമല്ല. ഇടതുപക്ഷം കരുതുന്ന അവരെക്കുറിച്ച് വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊരു ചുവടുമാറ്റമായി ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. അത് ഇടത് വലതായതാണോ, പണ്ടേ വലതായിരുന്ന ഇടത് ഇപ്പോൾ ആ അവസാനത്തെ ആടകൂടെ ഊരിക്കളഞ്ഞ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല അതിനകത്തെ കാര്യം. പക്ഷേ ഇതിനു മുമ്പെടുത്ത നിലപാടുകൾ ഇങ്ങനെ ആയിരുന്നില്ല. വളരെ ഇത്തരം ആളുകളോടുള്ള നിശ്ചിതമായ വിമർശനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഖമുദ്ര. അത് മാതാ അമൃതാനന്ദമയി ആയാലും ആൾദീപങ്ങളായാലും അതുപോലെ തന്നെ സമുദായ പാർട്ടികളായാലും സമുദായ സംഘടനകളായാലും ഇടതുപക്ഷത്തിന് തിരിച്ചായിരുന്നു നിലപാട്. ആ നിലപാട് മാറുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊരു പടി കൂടെ കടന്ന് ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടതുപക്ഷം കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം. Meet the editors.